ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഓൺലൈൻ അബ്യൂസ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. എന്താണ് ഓൺലൈൻ അബ്യൂസ്? ഈ ഒരു വേർഡ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതും ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ ഓൺലൈൻ അബ്യൂസ്. അപ്പോൾ നമുക്ക് നോക്കാം. Online abuse is any type of abuse that happens on the internet. Online abuse of children, also known as online child exploitation, refers to the harmful and illegal activities that target children through digital platforms and the internet. It encompasses a range of behaviors aimed at exploiting, manipulating or harming children online. ഓൺലൈൻ അബ്യൂസ് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള അബ്യൂസ് ആയിക്കോട്ടെ, എനി ടൈപ്പ് ഓഫ് അബ്യൂസ് ദാറ്റ് ഹാപ്പൻസ് ഓൺ ദ ഇൻ്റർനെറ്റ്. ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടി വരില്ല. അത് ഏത് തരത്തിലുള്ള അബ്യൂസ് ആയിക്കോട്ടെ, അത് ഇൻ്റർനെറ്റിലൂടെ നടക്കുന്നതാണ്. എന്താണ്, കുട്ടികളെയാണ് ഇത് കൂടുതലായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത്. ഹാംഫുൾ ആയിട്ടുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ദാറ്റ് ടാർഗറ്റ് ചിൽഡ്രൻ ത്രൂ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആൻഡ് ഇൻ്റർനെറ്റ്. ഓക്കെ, ഇതിലെന്താണ്, കുട്ടികളെ എന്താണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ഹാം ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യങ്ങളൊക്കെയാണ് ആ ഒരു ടാർഗറ്റ് അല്ലേ. കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, പക്ഷേ എന്താണ്, എക്സ്പ്ലോയിറ്റ് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക, ഹാം ചെയ്യുക എന്നൊക്കെയാണ് അവരുടെ ലക്ഷ്യം. ഓക്കെ, ഇനി സം എക്സാമ്പിൾസ് ഓഫ് ഓൺലൈൻ അബ്യൂസ് ഓഫ് ചിൽഡ്രൻ അല്ലേ. എക്സാമ്പിൾസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരുപാട് ടൈപ്സ് ഉണ്ട് അല്ലേ ഓൺലൈൻ അബ്യൂസ് ഓഫ് ചിൽഡ്രൻ. ഏതൊക്കെ തരത്തിലുള്ള ഓൺലൈൻ അബ്യൂസ് ആണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് ഞാൻ കാണിച്ചു തരണമെന്നില്ല. നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് ഓൺലൈൻ അബ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ ടൈപ്സ്, വേരിയസ് ടൈപ്സ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഒക്കെ ഒരുപാട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. First one is grooming. It is a process used by predators to gain the trust of a child, young person, vulnerable adult with the intention of later abusing them. ഈ ഒരു പ്രോസസ്സ് അല്ലേ, ഗ്രൂമിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് യൂസ്ഡ് ബൈ predators. Predators means a person who ruthlessly exploits others. മറ്റുള്ളവരെ നിഷ്കരുണം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന, ചൂഷണം ചെയ്യുന്ന ആളെയാണ് നമ്മൾ പ്രെഡറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രെഡറ്റേഴ്സ് ആദ്യം എന്ത് ചെയ്യും, കുട്ടി അല്ലെങ്കിൽ യങ് പേഴ്സൺ അല്ലെങ്കിൽ വൾണറബിൾ അഡൽറ്റ് എന്ന് പറഞ്ഞാൽ വൾണറബിൾ മീൻസ് ദുർബലമായിട്ടുള്ള അവരുടെയൊക്കെ ട്രസ്റ്റ് ആദ്യം ഗെയിൻ ചെയ്യും, വിശ്വാസം ആദ്യം നേടിയെടുക്കും. അവരുടെ കൂടെ ആദ്യം അവരെ വിശ്വസിപ്പിച്ച് അവരുടെ ഒരു അടുത്ത സുഹൃത്താണ് എന്നുള്ള രീതിയിലൊക്കെ നല്ല രീതിയിൽ ഇടപഴകി അവരുടെ വിശ്വാസം നേടിയെടുത്ത് പിന്നീട് അവരുടെ അബ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഗ്രൂമിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് യൂസ്ഡ് ബൈ predators to gain the trust of a child, young person, vulnerable adult with the intention of later abusing them. ആദ്യം നമ്മുടെ ആരെയാണ് അബ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് അവരുടെ കൂടെ അവരുടെ വിശ്വാസം നേടിയെടുത്ത് പിന്നീട് അവരെ അബ്യൂസ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ പേഴ്സൺ ഓർ ഓൺലൈൻ. ഇത് നേരിട്ട് ഓൺലൈനായിട്ട് ഇത് സംഭവിക്കാം. It often involves a series of steps designed to desensitize the victim to inappropriate behavior and make them more susceptible to abuse. അതായത് ഇതൊരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആയിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഇത് പെട്ടെന്ന് നടക്കുന്നതല്ല, ഇതൊരു സീരീസ് ഓഫ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് ആയിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് നമ്മൾ അബ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിചാരിച്ച് വെച്ചിട്ടുള്ള ആളെ കൂടി അവരുടെ അറ്റൻഷനും അവരുടെ ട്രസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുത്ത് ആ ഒരു വ്യക്തിയുടെ മാത്രമല്ല ഫാമിലിൻ്റെ ഒക്കെ ആയിട്ട് നമ്മൾ ആ ഒരു വിശ്വാസം നേടിയെടുത്ത് പിന്നെയാണ് നമ്മൾ അവരെ അബ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കീ പോയിന്റ്സ് അബൌട്ട് ഗ്രൂമിംഗ് നമുക്ക് നോക്കാം. കീ പോയിന്റ്സ് അബൌട്ട് ഗ്രൂമിംഗ് നടക്കുമ്പോഴുള്ള ഒരു കീ പോയിന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ട്രസ്റ്റ് ബിൽഡിംഗ്, ഐസൊലേഷൻ, ഡെസെൻസിറ്റൈസേഷൻ, സീക്രറ്റ്സ് ആൻഡ് മാനിപ്പുലേഷൻ, ഓൺലൈൻ ഗ്രൂമിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഗ്രൂമിംഗ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ അതിൽ നമ്മൾ ട്രസ്റ്റ് ബിൽഡിംഗ് അല്ലേ, ആദ്യം എന്ത് ചെയ്യും, നമ്മൾ വിക്ടിമിൻ്റെ ട്രസ്റ്റ്, അതുപോലെ വിക്ടിമിൻ്റെയും ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ ഒക്കെ എന്ത് ചെയ്യും, ട്രസ്റ്റ് നേടിയെടുക്കും അല്ലേ. ദ അബ്യൂസർ ട്രൈസ് ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ വിക്ടിം ടു ഗെയിൻ ദെയർ ട്രസ്റ്റ് ആൻഡ് ഓഫൺ ദ ട്രസ്റ്റ് ഓഫ് ദ വിക്ടിംസ് ഫാമിലി ഓർ ഫ്രണ്ട്സ്. പിന്നെ അവരെ അബ്യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവരുടെ കൂടെ അവരുടെ വിശ്വാസം നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതാണ് ട്രസ്റ്റ് ബിൽഡിംഗ്. അടുത്തത് ഐസൊലേഷൻ അല്ലേ. ദ അബ്യൂസർ മേ വർക്ക് ടു ഐസൊലേറ്റ് ദ വിക്ടിം ഫ്രം ദെയർ സപ്പോർട്ട് നെറ്റ്വർക്ക്, മേക്കിംഗ് ദ മോർ റിലയൻറ്റ് ഓൺ ദ അബ്യൂസർ അല്ലേ. അതായത് അവരെ ഒറ്റപ്പെടുത്താനും അവരുമായി കൂടുതൽ കണക്ഷനിലൊക്കെ ഏർപ്പെട്ട് നെറ്റ്വർക്കിൻ്റെ സപ്പോർട്ടോടെയും മറ്റൊക്കെ കൂടുതൽ അല്ലേ അവർക്ക് അബ്യൂസ് ചെയ്യാൻ കൂടുതൽ വിധേയമായിട്ടുള്ള രീതിയിൽ അവരെ മാറ്റിയെടുക്കും. അടുത്തത് ഡെസെൻസിറ്റൈസേഷൻ, അതായത് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു എക്സ്പോഷർ ആണ് ടു ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയേഴ്സ് ഓർ മെറ്റീരിയൽസ് ക്യാൻ ഡിസെൻസിറ്റൈസ് ദ വിക്ടിം, മേക്കിംഗ് ഇറ്റ് ഈസിയർ ഫോർ ദ അബ്യൂസർ ടു ക്രോസ് ബൗണ്ടറീസ് അല്ലേ. ഇതൊരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് അബ്യൂസറിനും അതായത് ആ ഒരു വിക്ടിമുമായിട്ട് കൂടുതൽ അടുത്ത് ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് അതൊരു ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളതെല്ലാം ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും എല്ലാവരുടെയും ട്രസ്റ്റൊക്കെ ഗെയിൻ ചെയ്ത് അതുപോലെ അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഐസൊലേഷനൊക്കെ അവിടെ നടക്കുന്നുണ്ട് അല്ലേ. അതായത് കൂടുതൽ വിധേയമാക്കുന്നുണ്ട്. Gradual exposure to inappropriate behaviors or materials can desensitize the victim, making it easier for the abuser to cross boundaries. അടുത്തത് സീക്രറ്റ്സ് ആൻഡ് മാനിപ്പുലേഷൻ ആണ് അല്ലേ. അതായത് അബ്യൂസേഴ്സ് ഓഫൺ യൂസ് സീക്രറ്റ്സ് ആൻഡ് മാനിപ്പുലേഷൻ ടു കൺട്രോൾ ദ വിക്ടിം അല്ലേ. അതായത് വിക്ടിമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒരുപാട് സീക്രറ്റ്സും കാര്യങ്ങളൊക്കെ അബ്യൂസേഴ്സ് യൂസ് ചെയ്യും. making them feel complicit or guilty and ensuring they don't tell anyone about the abuse അല്ലേ. അതായത് സീക്രറ്റ്സും ഒക്കെ ഉണ്ടാക്കി അതുപോലെ അവരൊരു അബ്യൂസർ എന്ത് ചെയ്യും, അയാളെ സേഫ് ആക്കി വെക്കും. എന്നിട്ട് വിക്ടിമിന് എന്ത് ചെയ്യും, വിക്ടിമിൻ്റെ സീക്രറ്റ്സും കാര്യങ്ങളൊക്കെ
ശേഖരിച്ച് വെച്ച് ഇതിനി ആരോടും പറയില്ല, ആ ഒരു വിക്ടിം ആരോടും പറയില്ല, ഈ അബ്യൂസിനെ കുറിച്ച് പറയില്ല എന്നുള്ളത് ഒരു സേഫ് സോണിലായിട്ട് ആര് നിൽക്കും, അബ്യൂസർ നിൽക്കും. എന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. Online grooming. With the rise of the network, grooming can occur through social media, chat rooms, and other online platforms where abusers can anonymously and deceptively communicate with the potential victims. ഇന്റർനെറ്റിന്റെ ഒരു യൂസ് വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അബ്യൂസറിന് വിക്ടിംസിനോട് എത്രത്തോളം അജ്ഞാതമായിട്ടും അതുപോലെ വഞ്ചനാപരമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓൺലൈൻ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിലൂടെയാണ് ഇത് നടക്കുന്നത്. ഇപ്പോൾ ഒരുപാട് നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ഒരുപാട് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ന്യൂസ് പേപ്പറിലൂടെ ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഇതൊക്കെ എന്താണ് ഗ്രൂമിങ്ങിന്റെ കീ പോയിന്റ്സ് ആണ്. ഓക്കെ, ഇനി സയൻസ് ഓഫ് ഗ്രൂമിംഗ് അല്ലേ, ഗ്രൂമിങ്ങിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാം. ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവും അല്ലേ, അതായത് ഗ്രൂമിങ് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗ്രൂമിങ്ങിന് ഇരയായിട്ടുള്ള ഒരാളുടെ അല്ലെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്. ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവും അല്ലേ, സഡൻ അല്ലെങ്കിൽ ഒരു അൺഎക്സ്പ്ലെയിനഡ് ആയിട്ടുള്ള ചേഞ്ചസ് ബിഹേവിയറിൽ ഉണ്ടാവും. സീക്രട്ടീവ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ആൻഷ്യസ് ആയിരിക്കാം, അതൊക്കെ എന്താണ് ബിഹേവിയറൽ ചേഞ്ചസ്. അതുപോലെ എക്സസീവ് കമ്മ്യൂണിക്കേഷൻ, സ്പെൻഡിങ് ലോട്ട്സ് ഓഫ് ടോക്കിംഗ് അല്ലെങ്കിൽ ഓർ ടെക്സ്റ്റിംഗ് സമ്മൺ, അതുപോലെ എക്സ്പെഷ്യലി ഇഫ് ദേ ആർ ഓൾഡർ ഓർ unknown to the family. അതായത് ഒരു എക്സസീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അതുപോലെ സീക്രസി ഉണ്ടാവും അല്ലേ, കീപ്പിംഗ് സീക്രറ്റ്സ് അബൌട്ട് ഹൂ ദേ ആർ ടോക്കിംഗ്, അല്ലെങ്കിൽ ആരോടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത്, അതിനൊക്കെ ഒരു സീക്രറ്റ്സ് അവിടെ ഉണ്ടാവും. അതുപോലെ ഐസൊലേഷൻ ഉണ്ടാവും അല്ലേ, അതായത് ഫാമിലിയുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറയും, എന്നിട്ട് ഐസൊലേഷനിലിരിക്കും. അതുപോലെ ഗിഫ്റ്റ്സ് ആൻഡ് മണി അല്ലേ, റിസീവിംഗ് അൺഎക്സ്പ്ലെയിനഡ് ഗിഫ്റ്റ്സ്, മണി ഓർ അതർ ഐറ്റംസ് ഫ്രം സമ്മൺ, അതൊക്കെ എന്താണ് ഗ്രൂമിങ്ങിൻ്റെ അടയാളമാണ് അല്ലേ. അതുപോലെ ന്യൂ ഫ്രണ്ട്ഷിപ്സ്, അതുപോലെ ചേഞ്ച് ഇൻ മൂഡ്, സെക്ഷൽ ബിഹേവിയർ, ഇതൊക്കെ എന്താണ് ഗ്രൂമിങ്ങിൻ്റെ അടയാളങ്ങളാണ്. Behavioral changes, excessive communication, secrecy, isolation, gifts and money, new friendships, change in mood, sexual behaviors. മറ്റൊരു അബ്യൂസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അബ്യൂസ് ആണ് ബുള്ളിയിങ് ആൻഡ് സൈബർ ബുള്ളിയിങ്. ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അബ്യൂസ് ആണ് അല്ലേ. എന്താണ് ബുള്ളിയിങ്? ബുള്ളിയിങ് ഈസ് ബിഹേവിയർ ദാറ്റ് ഹേർട്ട് സമ്മൺ എൽസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് നെയിം കോളിംഗ്, ഹിറ്റിംഗ്, പുഷിംഗ്, സ്പ്രെഡിംഗ് റൂമേഴ്സ്, ത്രട്ടണിംഗ് ഓർ അണ്ടർമൈനിങ് സമ്മൺ അല്ലേ. അതായത് ഒരാളെ പേര് വിളിച്ച് കളിയാക്കുന്നതോ തല്ലുന്നതോ, അതായത് പുഷിങ്, അതുപോലെ അപവാദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുക അല്ലേ, സ്പ്രെഡിങ് റൂമേഴ്സ്, ഭീഷണിപ്പെടുത്തുന്നത്, മറ്റൊരാളെ തരം താഴ്ത്തുക, അതൊക്കെ എന്താണ് ബുള്ളിങ്ങിൻ്റെ, അതൊക്കെ ബുള്ളിങ്ങിൻ്റെ ഇതാണ്, അതൊക്കെ ഒരു തരം ബുള്ളിങ് ആണ്. ഇറ്റ് ക്യാൻ ഹാപ്പൻ എനിവർ, അറ്റ് സ്കൂൾ, അറ്റ് ഹോം ഓർ ഓൺലൈൻ. നമ്മുടെ സ്കൂളിലോ വീട്ടിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഇത് സംഭവിക്കാം, എവിടെ ഇത് സംഭവിക്കാം ബുള്ളിങ്. ഇറ്റ്സ് യൂഷ്വലി റിപ്പീറ്റഡ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം ആൻഡ് ക്യാൻ ഹേർട്ട് എ ചൈൽഡ് ബോത്ത് ഫിസിക്കലി ആൻഡ് ഇമോഷണലി. അപ്പോൾ എന്താണ് ബുള്ളിങ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. എന്താണ് സൈബർ ബുള്ളിങ് അല്ലേ? സൈബർ ബുള്ളിയിങ് ഈസ് ബുള്ളിയിങ് ദാറ്റ് ടേക്ക് പ്ലേസ് ഓൺലൈൻ അല്ലേ. ബുള്ളിയിങ് തന്നെയാണ് സൈബർ ബുള്ളിയിങ്. എന്താണ് ബുള്ളിയിങ് തന്നെയാണ്, അത് ടേക്ക് പ്ലേസ് ഇൻ ഓൺലൈനിലാണ് അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെയാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസിലൂടെയാണ് ഇത് നടക്കുന്നത്. ഓൺലൈൻ ബുള്ളിയിങ് ക്യാൻ ഫോളോ ദ ചൈൽഡ് വെറെവർ ദേ ഗോ, അതായത് സോഷ്യൽ നെറ്റ്വർക്ക്സ്, ഗെയിംസ്, അതുപോലെ മൊബൈൽ ഫോൺ അല്ലേ. ബോത്ത് ആർ അഗ്രസീവ് ബിഹേവിയർ. ബുള്ളിയിങ്ങും സൈബർ ബുള്ളിയിങ്ങും എന്താണ്, ഒരു അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. വെർ സമ്മൺ ഇന്റൻഷനലി ആൻഡ് റിപ്പീറ്റഡ്ലി കോസസ് അനദർ പേഴ്സൺ ഇഞ്ചറി ഓർ ഡിസ്കംഫർട്ട് അല്ലേ. ഒരാൾ മനഃപൂർവ്വം റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് മറ്റൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, പരിക്കോ അല്ലെ, ഇഞ്ചറിയോ അല്ലെങ്കിൽ അസ്വസ്ഥതയോ ഉണ്ടാക്കുക എന്നുള്ളതാണ് സൈബർ ബുള്ളിങ്ങിൻ്റെ അല്ലെങ്കിൽ ബുള്ളിങ്ങിൻ്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ സൈബർ ബുള്ളിങ് ഒക്കേഴ്സ് ത്രൂ ഡിജിറ്റൽ ഡിവൈസസ് ആൻഡ് പ്ലാറ്റ്ഫോംസ്. ഇനി ഇതിൻ്റെ കീ പോയിന്റ്സ് അല്ലെങ്കിൽ ടൈപ്സ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് സൈബർ ബുള്ളിങ് ഏതൊക്കെ നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് സൈബർ ബുള്ളിങ് എന്താണ്? സെൻഡിങ്, ത്രട്ടണിങ് ഓർ അബ്യൂസീവ് ടെക്സ്റ്റ് മെസ്സേജസ്, ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് എംപാരസിംഗ് ഇമേജസ് ഓർ വീഡിയോസ്, ഷെയ്മിംഗ് someone ഓൺലൈൻ, സെറ്റിംഗ് അപ്പ് ഹേറ്റ് സൈറ്റ്സ് ഓർ ഗ്രൂപ്പ്സ് about a particular child, encouraging young people to self-harm, creating fake accounts, hijacking or stealing online identities to embarrass a person or cause trouble using their name, sending explicit messages also known as sexting, pressuring children into sending sexual images or engaging in sexual conversations. ഇതൊക്കെ എന്താണ്? ടൈപ്സ് ഓഫ് സൈബർ ബുള്ളിയിങ് ആണ്. അതായത് ഒരാളെ ഷെയിം ചെയ്യുക അല്ലെ, ഓൺലൈൻ ഷെയിം, സമ്മൺ ഓൺലൈനായിട്ട് ഷെയിം ചെയ്യുക, അതൊക്കെ സൈബർ ബുള്ളിങ്ങിൻ്റെ ഫോം ടൈപ്സ് ആണ്. അതുപോലെ സെക്സ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ ആയിട്ടുള്ള കോൺവെർസേഷൻസിനെയാണ് അത് പറയുന്നത്. അതുപോലെ നമ്മുടെ ഒരു കുട്ടിയെ അവരുടെ സെക്ഷൽ ഇമേജസ് ഒക്കെ അതുപോലെ സെക്ഷൽ കോൺവെർസേഷനിലൊക്കെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷർ ചെയ്യുക. അതുപോലെ മറ്റൊരാളുടെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വേറൊരു സൈറ്റ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തുക. അതുപോലെ അവർക്ക് അതായത് അബ്യൂസീവ് ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയച്ച് അവരെ ഭീഷണിപ്പെടുത്തുക. അതുപോലെ അവരുടെ ഫോട്ടോസ് തന്നെ നമ്മളെടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്ത് അവരെ ഭീഷണിപ്പെടുത്തുക. അതൊക്കെ എന്താണ്? ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് സൈബർ ബുള്ളിയിങ് ആണ്. ഇനി സയൻസ് ഓഫ് സൈബർ ബുള്ളിയിങ്.
സൈബർ ബുള്ളിങ്ങിൻ്റെ അടയാളങ്ങൾ ഫിസിക്കലായിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവും, അതുപോലെ അക്കാഡമിക് ഇഷ്യൂസ്, ബിഹേവിയറൽ ചേഞ്ചസ്. എന്തൊക്കെയാണ് ഫിസിക്കലായിട്ടുള്ള സിംറ്റംസ്? അതായത് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ്, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഹെഡ് ഏക്ക്, അതുപോലെ നമുക്ക് ക്ഷീണിച്ച പോലെയൊക്കെ തോന്നും. അതൊക്കെ എന്താണ്? ഫിസിക്കലായിട്ടുള്ള ഒരുപാട് സിംറ്റംസ് നമുക്ക് സൈബർ ബുള്ളിങ്ങിന് ഇരയായിട്ടുള്ള ആളുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ അക്കാഡമിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ, അതായത് മാർക്സ് ഒക്കെ കുറയുക, സ്കൂളിലൊക്കെ പോകാനുള്ള മടി ഉണ്ടാവുക അല്ലെ, സ്കിപ്പിംഗ് സ്കൂൾ, ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ സ്കൂൾ ആക്ടിവിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അക്കാഡമിക് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവും അല്ലേ, ബിക്കമിങ് വിത്ഡ്രോൺ ആവും അല്ലേ, അതായത് ഒന്ന് ഉൾവലിഞ്ഞ് കാണപ്പെടും, അവോയ്ഡിങ് സോഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യും. അങ്ങനെ ഒരുപാട് സിംറ്റംസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൈബർ ബുള്ളിങ്ങിൻ്റെ അടയാളമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു അബ്യൂസ് നോക്കി നോക്കാം. ടൈപ്പ് ഓഫ് അബ്യൂസ് ആണ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത്. വെൻ എ ചൈൽഡ് ഓർ യങ് പേഴ്സൺ ഈസ് സെക്ഷലി അബ്യൂസ്ഡ് ദേ ആർ ഫോഴ്സ്ഡ് ഇൻ ടു സെക്ഷൽ ആക്ടിവിറ്റീസ്. അതായത് ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു യങ് പേഴ്സണോ സെക്ഷലി അബ്യൂസ് ആകുമ്പോൾ ദേ വർ ഫോഴ്സ്ഡ് ഇൻ ടു സെക്ഷൽ ആക്ടിവിറ്റീസ്. അവർ സെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ്ഡ് ആണ്. ദേ മൈറ്റ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഹാപ്പനിങ് ഈസ് അബ്യൂസ് ഓർ ദാറ്റ്സ് റോങ്. അതായത് അവർക്കത് മനസ്സിലാകണമെന്നില്ല, ഇത് അവർ അബ്യൂസ് ചെയ്യപ്പെടുകയാണെന്നുള്ളത്, അത് തെറ്റാണെന്നോ എന്നുള്ളതൊന്നും അവർക്ക് മനസ്സിലാകണമെന്നില്ല. എങ്കിലും they might be afraid to tell someone. അത് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയം ഉണ്ടായിരിക്കും. സെക്ഷൽ അബ്യൂസ് ക്യാൻ ഹാപ്പൻ എനിവേർ. ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ പേഴ്സൺ ഓർ ഓൺലൈൻ. സെക്ഷൽ അബ്യൂസ് എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അത് നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ അത് സംഭവിക്കാവുന്നതാണ്. It's never a child's fault they were sexually abused. It's important to make sure children know this. അതായത് ഒരു കുട്ടി സെക്ഷലി അബ്യൂസ് ആവുക എന്നുള്ളത് ഒരിക്കലും ഒരു കുട്ടിയുടെ തെറ്റല്ല. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു കുട്ടി അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ടൈപ്സ് ഓഫ് അബ്യൂസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ടൈപ്സ് ഓഫ് സെക്ഷൽ അബ്യൂസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോൺടാക്ട് അബ്യൂസ് ഉണ്ട്, അതുപോലെ നോൺ കോൺടാക്ട് അബ്യൂസ് ഉണ്ട്. എന്താണ് കോൺടാക്ട് അബ്യൂസ്? ഇറ്റ് ഈസ് വേർ ആൻ അബ്യൂസർ മേക്സ് ഫിസിക്കൽ കോൺടാക്ട് വിത്ത് എ ചൈൽഡ്. ഒരു കുട്ടിയുമായിട്ട് എന്ത് ചെയ്യുക, ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കോൺടാക്ട് അബ്യൂസർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കോൺടാക്ട് അബ്യൂസ് ആണ്. അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള ടച്ച്, ഫോൾഡ് ചെയ്ത് ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു പിടുത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. അത് നല്ല ഒരു ഫോൾഡിംഗ് ആണോ അല്ലെങ്കിൽ അവർ നമ്മളെ ടച്ച് ചെയ്യുന്നത് ഗുഡ് വേയിലൂടെ ആണോ അത് ബാഡ് വേയിലൂടെ ആണോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ റേപ്പ് ഓർ അറ്റംപ്റ്റഡ് റേപ്പ് ചെയ്തതോ അല്ലെങ്കിൽ റേപ്പ് അറ്റംപ്റ്റ്. അതുപോലെ ഫോഴ്സിങ് എ വിക്ടിം ടു ടച്ച് ദ അബ്യൂസറിനെ ടച്ച് ചെയ്യാൻ വേണ്ടി കണ്ട് വിക്ടിമിനെ ഫോഴ്സ് ചെയ്യാം. അതൊക്കെ എന്താണ്? കോൺടാക്ട് ആയിട്ടുള്ള അബ്യൂസ് ആണ്, കോൺടാക്ട് അബ്യൂസ്. ഇനി നോൺ കോൺടാക്ട് അബ്യൂസ് എന്താണ്? ഇറ്റ്സ് വേർ എ ചൈൽഡ് ഈസ് അബ്യൂസ്ഡ് വിതൗട്ട് ബീങ് ടച്ച്ഡ് ബൈ ദ അബ്യൂസർ. അതായത് ഇത് നടക്കുന്ന ചൈൽഡിനെ അബ്യൂസ് ചെയ്യാണ്, പക്ഷെ അവിടെ അബ്യൂസിനെ ടച്ചിങ് ഒന്നും അവിടെ നടക്കുന്നില്ല. സെക്ഷൽ ഹരാസ്മെന്റ് അല്ലെങ്കിൽ ത്രെറ്റനിങ് അല്ലെ, ത്രെറ്റ്സ്, അതുപോലെ എക്സ്പോസിങ് വൺ സെൽഫ് ടു ദ വിക്ടിം അല്ലെ, അതുപോലെ ഫോഴ്സിങ് ദ വിക്ടിം ടു വാച്ച് സെക്ഷൽ ആക്ട്സ്, ഫോഴ്സിങ് എ ചൈൽഡ് ടു മേക്ക് വ്യൂ ഓർ ഷെയർ ചൈൽഡ് അബ്യൂസ് ഇമേജസ് ഓർ വീഡിയോസ്. അതായത് ഫോഴ്സ് ചെയ്യുക ഒരു ചൈൽഡിനെ ഒരു സെക്ഷൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സെക്ഷൽ കോൺവെർസേഷന് ഓൺലൈനായിട്ട്, അതായത് ത്രൂ സ്മാർട്ട് ഫോൺ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ എന്താണ്? നോൺ കോൺടാക്ട് ആയിട്ടുള്ള അബ്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൽ അബ്യൂസിൻ്റെ ടൈപ്സ്. ഇനി അതിൻ്റെ സൈൻസ് ഓഫ് സെക്ഷൽ അബ്യൂസ് ഏതൊക്കെയാണ്? ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവും അല്ലേ, അതുപോലെ അവോയ്ഡൻസ്, ഫിസിക്കൽ സൈൻ ഉണ്ടാവും, ഇമോഷണൽ ആയിട്ട് ബിഹേവിയറൽ ചേഞ്ചസ് ഏതൊക്കെയായിരിക്കും? ബിക്കമിങ് വിഡ്രോവൽ, ആൻഷ്യസ് അല്ലെങ്കിൽ അഗ്രസീവ് ഒക്കെ ഉണ്ടാവും അല്ലേ, പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും, അതായത് ഉൾവലിയും അല്ലേ, അങ്ങനെ അധികം ആളുകൾ അടുത്തൊന്നും പോവാതെ, അതുപോലെ ആൻഷ്യസ് ആയിരിക്കും, ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. അതുപോലെ അവോയ്ഡൻസ് ഉണ്ടാവും അല്ലേ, അവോയ്ഡിങ് സർട്ടൻ പീപ്പിൾ, പ്ലേസ്, ആക്ടിവിറ്റീസ് ഒക്കെ അവോയ്ഡ് ചെയ്യും. അതുപോലെ ഫിസിക്കൽ സൈൻ എന്ന് പറഞ്ഞാൽ ഇഞ്ചുറീസ് ഉണ്ടാവും അല്ലേ, അതുപോലെ എസ്പെഷ്യലി ഇൻ ദ ജെനൈറ്റലായിട്ട് അല്ലെങ്കിൽ അനാൽ പാർട്സിലൊക്കെ ഉണ്ടാവും ഇതുണ്ടാവും. അതുപോലെ ഇൻ പേഴ്സൺ നേരിട്ടാണെങ്കിൽ പ്രഗ്നൻസി, അതുപോലെ ഒരു അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസി, എസ്പെഷ്യലി ഇൻ യങ് ഗേൾസ്, അതൊക്കെ എന്താണ്? സെക്ഷൽ അബ്യൂസിൻ്റെ കാരണങ്ങളാണ്, അടയാളങ്ങളാണ്. അതുപോലെ ഇമോഷണൽ സൈൻ ഏതൊക്കെയാണ്? ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവും, ഈറ്റിങ്ങും സ്ലീപ്പിങ്ങും ഒക്കെ ഡിസോർഡർ ആയിരിക്കും, അതൊക്കെ എന്താണ്? അതുപോലെ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള മാറ്റങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സയൻസ് ആണ് ഇതിൻ്റെ വരുന്നത്. Another form of online abuse ആണ് സെക്സ്റ്റിംഗ് എന്ന് പറയുന്നത്. സെക്സ്റ്റിംഗ് refers to the act of sending sexually explicit messages, photos or videos primarily by mobile phone. While it is a form of digital communication that can occur between consenting adults, it possesses various risks and challenges, especially among younger individuals. അതായത് സെക്സ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു എന്താണ്? സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള മെസ്സേജസ് അല്ലേ, ലൈംഗികത പ്രകടമാകുന്ന മെസ്സേജുകൾ, അതുപോലെ ഫോട്ടോസ്, വീഡിയോസ്, അതൊക്കെ ഏത് വഴിയും പ്രൈമർലി മൊബൈൽ ഫോൺ അല്ലേ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസ് വഴി നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ സെക്സ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതെന്താണ്? സാധാരണ റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പലരും, അതായത് കൺസൾട്ടിങ് അഡൽട്ട്സ് ആണിത്, അതായത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി ഇതെന്താണ്? ഒരുപാട് റിസ്ക്കും ചലഞ്ചസും ഒക്കെ ഉണ്ട്, എസ്പെഷ്യലി എമംഗ് യങ്ങർ ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ അല്ലേ, അതായത് യങ്ങർ ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ ഇതിന് ഒരുപാട് റിസ്ക്കും ചലഞ്ചസും ഒക്കെ ഇതിന് ഒരുപാടുണ്ട്. ഇത് കൺസൾട്ടിങ് അഡൽട്ട് ചെയ്യുന്നതാണെങ്കിൽ കൂടി ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഒക്കർ ബിറ്റ്വീൻ കൺസൾട്ടിങ് അഡൽട്ട്സെങ്കിൽ കൂടി ഇതിനെന്താണ്? ഒരുപാട് വേരിയസ് റിസ്ക് ആൻഡ് ചലഞ്ചസ്, എസ്പെഷ്യലി എമംഗ് യങ്ങർ ഇൻഡിവിജ്വൽസ്. ഷെയറിങ് ന്യൂഡ് ആൻഡ് സെമി ന്യൂഡ്സ് അല്ലേ, ഭാഗികമായിട്ടുള്ളതും അതുപോലെ ന്യൂഡായിട്ടുള്ള ഇമേജസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഒരുപാട് ചലഞ്ചസ്, ഒരുപാട് റിസ്ക്കും, അതൊക്കെ പിന്നീട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ അല്ലേ. ഷെയറിങ് ന്യൂഡ് ഈസ് വെൻ സംവൺ സെൻസ് എ നേക്കഡ് ഓർ സെമി നേക്കഡ് ഇമേജ് ഓർ വീഡിയോ ടു അനദർ പേഴ്സൺ അല്ലേ, ഒരാൾ
ആരെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കുക നേക്കഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സെമി നേക്കഡ് ആയിട്ടുള്ള ഇമേജസോ വീഡിയോസോ മറ്റൊരു പേഴ്സണ്. ഷെയറിംഗ് ന്യൂഡ് ഈസ് സംടൈംസ് കോൾഡ് സെക്സ്റ്റിംഗ്. അതായത് നമ്മൾ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നതിന് നമ്മൾ സംടൈം കോൾഡ് സെക്സ്റ്റിംഗ്. ഹവർ ദിസ് ടേം ഈസ് ഓഫൺ യൂസ്ഡ് ബൈ യങ് പീപ്പിൾ ടു ടോക്ക് അബൌട്ട് ഷെയറിംഗ് സെക്ഷൽ മെസ്സേജസ് ആൻഡ് നോട്ട് ഇമേജറി. അപ്പോൾ എന്താണ് അതായത് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സെക്സ്റ്റിംഗ് എന്ന് പറയുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. യങ് പീപ്പിൾ ക്യാൻ സെൻഡ് ന്യൂസ് യൂസിങ് ഫോൺസ്, ടാബ്ലറ്റ്സ് ആൻഡ് ലാപ്ടോപ്സ് ആൻഡ് ക്യാൻ ഷെയർ ദം അക്രോസ് എനി ആപ്പ്, സൈറ്റ് ഓർ ഗെയിം ഇൻക്ലൂഡിംഗ് ഡ്യൂറിംഗ് എ ലൈവ് സ്ട്രീം. ഇറ്റ് കുഡ് ഇൻക്ലൂഡ് ഷെയറിംഗ് ദം അക്രോസ് ഡിവൈസസ് യൂസിങ് ഓഫ്ലൈൻ സർവീസസ് ലൈക്ക് എയർ ഡ്രോപ്പ് ഓർ ബ്ലൂടൂത്ത്. ഇതിന് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് റിസ്ക് ഉണ്ട്. ഇങ്ങനെ വാട്ട് ആർ ദ റിസ്ക് ഓഫ് ഷെയറിംഗ് ന്യൂസ് എന്താണ്, ഇതിങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് ഒരുപാട് റിസ്ക്കും നിലവിലുണ്ട് അല്ലേ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ടോക്ക് ടു യുവർ ചൈൽഡ് അബൌട്ട് ദ റിസ്ക്സ് ഓഫ് ഷെയറിംഗ് ന്യൂസ് ആൻഡ് ലെറ്റ് ദം ടു നോ ദേ ക്യാൻ come to you or an adult they trust if someone's pressuring them to share an image or videos of themselves. ഇതിന് ഒരുപാട് റിസ്ക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, റിസ്ക് എന്തൊക്കെയാണ്, അതുപോലെ ഇതിനെക്കുറിച്ചൊക്കെ കുട്ടി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ. അതുപോലെ റിമൈൻഡ് ദം ടു നെവർ പോസ്റ്റ് ഓർ സെൻഡ് എനിത്തിങ് ദാറ്റ് കണ്ടെയ്ൻസ് പേഴ്സണൽ ഇൻഫോർമേഷൻസ് ആൻഡ് എൻകറേജ് ദം ടു കം ടു യു ഇഫ് ദേ ആർ എവർ ആസ്ക്ഡ് ടു ഷെയർ സംതിങ് ദാറ്റ് മേക്സ് ദം ഫീൽ അൺകംഫർട്ടബിൾ. അതായത് അവർ ഓർമ്മപ്പെടുത്തണം എന്താണ്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളോ നമ്മുടെ പേഴ്സണലായിട്ട് ഇൻഫോർമേഷൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒന്നും തന്നെ പോസ്റ്റ് ചെയ്യരുതെന്നും, അതുപോലെ അത് നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്സ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു അബ്യൂസിൻ്റെ ഭാഗത്ത് പറയാനുള്ളത്. ഇതിൽ ഒരുപാട് സൈൻ ഉണ്ടാവും അല്ലേ, അതായത് ഇമോഷണലായിട്ടും ഒരുപാട് ബിഹേവിയറൽ ചേഞ്ചസും ഒക്കെ ഉണ്ടാവും അല്ലേ, സോഷ്യൽ വിത്ഡ്രോവൽ ഉണ്ടാവും. നമ്മൾ അബ്യൂസ് ആയി എന്നറിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് കാരണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അടയാളങ്ങൾ നമ്മളുണ്ടാവും അല്ലേ. ഒരു ടൈപ്പ് ഓഫ് അബ്യൂസ് ആണ് ഇമോഷണൽ അബ്യൂസ്. എന്താണ് ഇമോഷണൽ അബ്യൂസ്? ഇമോഷണൽ അബ്യൂസ് ഈസ് എനി ടൈപ്പ് ഓഫ് അബ്യൂസ് ദാറ്റ് ഇൻവോൾവ്സ് ദ കണ്ടിന്യൂവൽ ഇമോഷണൽ മിസ്ട്രീറ്റ്മെന്റ് ഓഫ് എ ചൈൽഡ്. ഇറ്റ്സ് സംടൈം കോൾഡ് സൈക്കോളജിക്കൽ അബ്യൂസ്. ഇമോഷണൽ അബ്യൂസ് ക്യാൻ ഇൻവോൾവ് ഡെലിബറേറ്റ്ലി ട്രൈങ് ടു സ്കെയർ, ഹ്യൂമിലിയേറ്റ്, ഐസൊലേറ്റ് ഓർ ഇഗ്നോർ എ ചൈൽഡ്. ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് നമുക്ക് സൈക്കോളജിക്കൽ അബ്യൂസ് എന്നും പറയാൻ പറ്റും. ഇമോഷണൽ അബ്യൂസിൽ എന്തൊക്കെയാണ്? ഡെലിബറേറ്റ്ലി ട്രൈങ് ടു സ്കെയർ, ഹ്യൂമിലിയേറ്റ്, ഐസൊലേറ്റ് ഓർ ഇഗ്നോർ എ ചൈൽഡ്. മനഃപൂർവ്വം ഒരു കുട്ടിയെ എന്ത് ചെയ്യാം, ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഐസൊലേറ്റ് ചെയ്യുക, ഹ്യൂമിലിയേറ്റ് ചെയ്യുക, സ്കെയർ ചെയ്യുക. അതൊക്കെ തന്നെയാണ് എന്ത് ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്നത്. ഒരുപാട് ഇമോഷണൽ അബ്യൂസ് ഉണ്ട് അല്ലേ. ടൈപ്സ് ഓഫ് ഇമോഷണൽ അബ്യൂസ് ഏതൊക്കെയാണ്? ഹ്യൂമിലിയേറ്റിംഗ് ഓർ കോൺസ്റ്റന്റ്ലി ക്രിട്ടിസൈസിങ് എ ചൈൽഡ്. ഒരു കുട്ടിയെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക, അതുപോലെ സ്ഥിരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കാം. ത്രിട്ടണിങ് ഷൗട്ടിംഗ് അറ്റ് എ ചൈൽഡ് ഓർ കോളിംഗ് ദം നെയിംസ്. ഭീഷണിപ്പെടുത്തുക, കുട്ടിക്ക് നേരെ ഷൗട്ട് ചെയ്യുക, അതുപോലെ ഓരോ പേര് വിളിച്ചിങ്ങനെ കളിയാക്കുക. മേക്കിംഗ് എ ചൈൽഡ് ദ സബ്ജക്ട് ഓഫ് ജോക്ക് അല്ലേ, ജോക്സിന് വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആക്കുക ഒരു കുട്ടി. അതുപോലെ ഒരു യൂസിങ് സർക്കാസംസ് ടു ഹേർട്ട് എ ചൈൽഡ്. അതുപോലെ ബ്ലെയിമിംഗ് ആൻഡ് സ്കേപ്പ് ഗോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലെയിമിംഗ് ചെയ്യുക, അതുപോലെ സ്കേപ്പ് ഗോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ബലിയാടാക്കുക എന്നുള്ളതൊക്കെയാണ് മീനിങ്. അതുപോലെ നോട്ട് റെക്കഗ്നൈസിങ് എ ചൈൽഡ്സ് ഓൺ ഇൻഡിവിജ്വാലിറ്റി ഓർ ട്രൈങ് ടു കൺട്രോൾ ദെയർ ലിവ്സ്. പുഷിങ് എ ചൈൽഡ് ടു ഹാർഡ് ഓർ നോട്ട് റെക്കഗ്നൈസിങ് ദെയർ ലിമിറ്റേഷൻസ്. അതുപോലെ എന്തൊക്കെയാണ്? നോട്ട് അലോവിങ് ദം ടു ഹാവ് ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവാൻ അനുവദിക്കില്ല. പെർസിസ്റ്റൻ്റ്ലി ഇഗ്നോറിങ് ദം. അതുപോലെ മാനിപ്പുലേറ്റിംഗ് എ ചൈൽഡ് എക്സെട്ര അല്ലേ. അങ്ങനെ ഒരുപാട്. നെവർ സെയിങ് എനിത്തിങ് കൈൻഡ് അല്ലേ, എക്സ്പ്രസിങ് പോസിറ്റീവ് ഫീലിംഗ്സ് ഓർ കൺഗ്രാജുലേറ്റിംഗ് എ ചൈൽഡ് ഓർ ഓൺ സക്സസസ്. അതുപോലെ നെവർ ഷോവിങ് എനി ഇമോഷൻസ് ഇൻ ഇൻട്രാക്ഷൻസ് വിത്ത് എ ചൈൽഡ്, ഓൾസോ നോൺ ആസ് ഇമോഷണൽ നെഗ്ലെക്റ്റ് അല്ലേ. ഇതൊക്കെ എന്താണ്? ഇമോഷണൽ അബ്യൂസിൻ്റെ ടൈപ്സ് ആണ്. ഇതൊക്കെ ഇമോഷണൽ അബ്യൂസ് ആണ്. സയൻസ് ഓഫ് ഇമോഷണൽ അബ്യൂസ് ഏതൊക്കെയാണ്? സീംസ് അൺകോൺഫിഡൻറ്റ് ഓർ ലാക്ക് സെൽഫ് അസുറൻസ്. അതായത് കോൺഫിഡൻസ് കുറവ് തോന്നും, അതായത് ധൈര്യക്കുറവുണ്ടാവും, ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതുപോലെയൊക്കെ തോന്നും. സ്ട്രഗിൾ ടു കൺട്രോൾ ഇമോഷൻസ് ഒക്കെ വികാരങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വളരെ പാടുപെടും. ഹാവിങ് ഡിഫിക്കൽറ്റി മേക്കിംഗ് ഓർ മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും അതുപോലെ ബന്ധങ്ങളൊക്കെ നിലനിർത്താനൊക്കെ ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരിക്കും. ആക്ടിങ് എ വേ ദാറ്റ്സ് ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ ദെയർ ഏജ്. അതായത് അവരുടെ പ്രായത്തിനനുസരിച്ച രീതിയിലായിരിക്കില്ല അവരുടെ പ്രവർത്തനങ്ങളൊന്നും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമോഷണൽ അബ്യൂസിൻ്റെ സൈനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടാതെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ അങ്ങനെ ഒരുപാട് വേറെ കിടക്കുന്നുണ്ട് അബ്യൂസുകൾ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഗ്രൂമിങ് അല്ലേ, ഗ്രൂമിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബുള്ളിങ് ആൻഡ് സൈബർ ബുള്ളിങ്, സെക്ഷൽ അബ്യൂസ്, അതുപോലെ ഇമോഷണൽ അബ്യൂസ്, സെക്സ്റ്റിങ്, അതുപോലെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനൊക്കെ വേറെയും കിടക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതിൻ്റെ പോയിന്റ്സുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്